പവിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം നേരെ എസ് ഐയുടെ ഗസ്റ്റ് ഹൗസിൽ കയറിയിട്ട് എസ് ഐനെ അങ്ങ് അടിച്ചൊതുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വെറുതെ കാര്യമില്ലാതെ എന്നെ തല്ലരുതെന്ന്, അത് പലിശ സഹിതം തന്നെ ഞാൻ തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കാലൊക്കെ പിടിച്ചൊടുക്കുകയാണ്. കഴുത്തൊക്കെ പിടിച്ച് ഒടിച്ചിട്ടായിരിക്കും വിക്രം അവിടെ നിന്നങ്ങ് പോരുന്നത്. ഇതേ സമയത്തിന് അഭിലാഷ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എസ് ഐയുടെ കോള് വരുന്നത്. ഓ, സാബു എസ് ഐ ആണല്ലോ വിളിക്കുന്നത്, ഇനി എന്തെങ്കിലും പണി തരാനായിരിക്കും. എന്തായാലും എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അഭിലാഷ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തുകൊണ്ട് തന്നെ എന്താ സാറേ ഇത് ചോദിക്കുന്ന സമയത്തിന് എസ് ഐ പറഞ്ഞിട്ട് അവനെ വെറുതെ വിടരുതെന്ന് പറയും. എസ് ഐയുടെ ശബ്ദം കേൾക്കുന്ന സമയത്തിന് അഭിലാഷ് മനസ്സിലായിട്ടുണ്ടാവട്ടോ എസ് ഐക്ക് നല്ല പണി കിട്ടിയെന്ന്. എന്നിട്ട് സാറിന് നല്ല പണി കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എസ് ഐ പറഞ്ഞിട്ട് അവനെ ഞാൻ ശരിയാക്കും, പക്ഷേ അവനെ ഇരുട്ടടി അടിക്കണം. അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അവനെ അടിക്കാനൊന്നും പറ്റില്ല സാറേ, അവൻ മുറിച്ചാൽ മുറി കൂടുന്ന ടൈപ്പാണ്, അതുകൊണ്ട് നമുക്ക് നേരിട്ടൊന്നും തന്നെ അവനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എസ് ഐ ചോദിക്കുന്നതിന് പിന്നെ അവനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്തിന് അഭിലാഷ് പറയുന്നുണ്ട്, സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനിട്ടല്ലേ അടിക്കേണ്ടത്, അവൻ്റെ വീട്ടുകാരെ ഇട്ട് അടിക്കണം, അവൻ്റെ കുടുംബക്കാർ വേദനിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ മനസ്സ് നീറണം എന്നൊക്കെ പറയുന്ന സമയത്തും അഭിലാഷ് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ സാർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ എസ് ഐ പറഞ്ഞിട്ട്, അതെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എൻ്റെ യൂണിഫോം പോയാൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കട്ടെ എസ് ഐ. അപ്പോൾ അഭിലാഷ് പറഞ്ഞിട്ട്, യൂണിഫോം പോയിട്ട് കാര്യമില്ല സാറേ, യൂണിഫോം ഇല്ലാത്ത പോലീസുകാരെന്ന് പറയുന്നത് കുരക്കാത്ത പട്ടി പോലെയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് എസ് ഐക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് എടാ എന്ന് പറയുമ്പോഴേക്കും അഭിലാഷ് പറയുന്നുണ്ട്, അയ്യോ സാറേ ഞാൻ കളിയാക്കിയതൊന്നുമല്ല, സാറെ ഉപയോഗിച്ച് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണെങ്കിലും നമുക്ക് അവനെ ശരിയാക്കാമെന്നൊക്കെ പറയണം അഭിലാഷ്. ഇതേ സമയത്തിന് വിഷുൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വിനായകനും മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ മാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്, ചായ കുടിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിഷുൻ പറയുന്നുണ്ട്, അല്ല അച്ഛാ നല്ല രാവിലെ തന്നെ നല്ല കുളിരി എന്നൊക്കെ പറയും. അപ്പോൾ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് മാഷ് നേരെ പുറത്തേക്ക് പോയിട്ട് കൈക്കോട്ടെടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്തിന് വിഷുൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനിതേ ചുമ്മാ മണ്ണിലൊന്ന് കളിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ വിഷുവിനെ കളിയാക്കണേ. അച്ഛൻ ഇങ്ങനെ പറയുന്നിട്ട്, ഈ അലക്കിയ വെള്ളമൊക്കെ ഇവിടെ കെട്ടി നിൽക്കല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഓടയിലൊന്ന് തുറന്നു വിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും ശ്രീജ. ഇതേ സമയത്തിന് കമലമ്മ ഒരു ചാക്കുമായി അങ്ങോട്ടേക്ക് മാഷയെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നതോടുകൂടി തന്നെ അവിടെ അങ്ങ് തെന്നി വീഴും. അപ്പോഴേക്കും ശ്രീജയും അച്ഛനും കൂടി ഓടി വന്നിട്ട് കമലമ്മയെ പിടിച്ചിട്ട് എന്താന്നൊക്കെ ചോദിക്കുകയാണ് മാഷ്. അപ്പോൾ കമലമ്മ പറയുന്നത്, ഞാൻ ആ രാധയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചാണകപ്പൊടി എടുക്കാൻ പോയതായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് വയ്യാതായി എന്നൊക്കെ പറയും. എന്നിട്ട് കമലമ്മ പയ്യെ അവിടെ ഇരുന്നങ്ങ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങ് വീണു പോവുകയാണ്. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ വിശ്വനും നന്ദിനി ശ്രീജിയും വേദയൊക്കെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് എന്താ അമ്മേ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തിന് എല്ലാവരും ചേർന്നിട്ട് അമ്മേനെ അവിടെ നിന്നും വെടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, ഡോക്ടറെ കാണാമെന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, വെറുതെ അവിടെ ചെന്നാൽ ഒരുപാട് ടെസ്റ്റിനൊക്കെ എഴുതും, ഡോക്ടറെ അടുത്ത് പോയാൽ പിന്നെ ഒരുപാട് കാശൊക്കെ ചിലവാകും എന്നൊക്കെ ഇങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വിഷയം ചോദിക്കുന്നുണ്ട്, കാശ് പിന്നെ എന്തിനാ അമ്മേ ചിലവാക്കാനുള്ളത് തന്നെയല്ലേ, അല്ലാതെ കാശൊക്കെ ഇങ്ങനെ പെട്ടിയിൽ കൂട്ടി വെക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ മോൻ എനിക്ക് തന്ന കാശൊക്കെ ഞാൻ പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ചേക്കാണ്, വലിയൊരു കാര്യം വരുമ്പോൾ എടുത്ത് ചിലവാക്കാൻ എന്നൊക്കെ പറയും. എന്നാൽ അമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിഷുനൊന്നും മിണ്ടാതെ അങ്ങനെ തല കുമ്പിട്ട് നിൽക്കും. അപ്പോൾ വേദയും പറഞ്ഞിട്ട്, അമ്മ എന്തായാലും ഒന്ന് ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറയാട്ടോ. മാഷ് പറഞ്ഞിട്ട്, കമലെ നീ പെട്ടെന്ന് വാ, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്ന സമയത്ത് കമലമ്മ പറഞ്ഞിട്ട്, ശരി വരാം, ഞാൻ ഏതായാലും ഈ വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ, ഇപ്പോൾ ഞാൻ വരുന്ന വഴിയിലെങ്ങാനും വീണ് പോയെങ്കിലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ പരഗതി ആയനേ എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ദേഷ്യപ്പെട്ട് നന്ദിനെ ഇങ്ങനെ നോക്കണേ. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞിട്ട്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതില്ല, ഞാൻ ചുമ്മാ അതങ്ങ് പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ ശ്രീജ പറഞ്ഞിട്ട്, അമ്മ ഡോക്ടറെ അടുത്തുനിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിച്ചു കൊടുത്തിട്ട് കമലമ്മയെ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണേ. കമലമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാവുന്ന സമയത്തിന് ശ്രീജ വന്നിട്ട് ഇങ്ങനെ വിശ്വേട്ടനോട് ചോദിക്കുന്നുണ്ട്, വിശ്വേട്ടൻ പോകുന്നില്ലേ അമ്മയുടെ കൂടെ? അപ്പോൾ വിശ്വം പറഞ്ഞിട്ട്, ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ വിശ്വേട്ടാ അതിനും മടിയായിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിശ്വൻ പറഞ്ഞിട്ട്, മടിയായിട്ടൊന്നുമല്ല ശ്രീജയെ, അമ്മേനെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10 പൈസയെങ്കിലും വേണ്ടേന്നൊക്കെ ചോദിക്കും. അത് സാരമില്ല വിശ്വേട്ട, അച്ഛനില്ലേ കൂടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് വിഷ്ണു പറഞ്ഞിട്ട്, അത് വേണ്ട, എന്നിട്ട് കാശിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തിന് അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ എന്നെ ഒരുപാട് കളിയാക്കും, അങ്ങനെ എന്നെ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യും, അതുകൊണ്ട് ഞാൻ ഏതായാലും അമ്മയുടെ കൂടെയൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കായിരിക്കും വിശ്വം. ഇതേ സമയത്ത് തന്നെ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിനായകൻ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്തിന് നന്ദിനി വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാന്ന് ചോദിക്കും. അപ്പോൾ ഒന്ന് തിരിച്ചു നിർത്തിരുതേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തിനിങ്ങനെ നിർത്താതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്?
എന്നിട്ട് ദാ ഈ പോക്കറ്റിൽ എന്താ ചോദിക്കുന്ന സമയത്തിന് അത് പൈസ അതെന്തിനാ? അതെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പിന്നെ ചിലവ് വരില്ലേ, അധികമൊന്നുമില്ല, വെറും 2000 രൂപയുള്ളൂ എന്ന് പറയും. ഓ 2000 രൂപയുള്ളൂ, അത് കുറച്ച് കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ആ കീശയിൽ നിന്ന് പൈസ ഇങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് നന്ദിനി പറഞ്ഞിട്ട് അതെ നിങ്ങളെപ്പോലെ തന്നെയല്ലേ വിശ്വട്ടും, വിശ്വട്ടിന് എന്തേ കണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? വിശ്വട്ടിന് അവർക്ക് വേണ്ടിയിട്ടൊരു 10 പൈസ പോലും ചിലവാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം നിങ്ങളും അത് ചിലവാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി അതിൽ നിന്നൊരു 200 രൂപ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. ദേ ഇത് മാത്രം മതി, വേണമെങ്കിൽ ഓട്ടോ കൂലി മാത്രം നിങ്ങൾ കൊടുത്തോ. അപ്പോൾ വിനായകൻ പറഞ്ഞിട്ട് ഓ അത് ശരിയാണല്ലേ, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. ഏതായാലും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുന്ന സമയത്തിന് ബാക്കി 1800 രൂപ നന്ദിനി തിരികെ വാങ്ങിച്ചു വെക്കുകയാണ്. ഇതേ സമയത്തന്നെ കാണിക്കുന്നത് വിക്രത്തിനായിരിക്കും. വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നത് ദേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവൻ ഭാഗ്യവാനാണ്, ഇവിടെ ഇത്രയും ശബ്ദമുണ്ടായിട്ടും യാതൊരു കൂസലുമില്ലാതെ ഇവൻക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ രാജേട്ടൻ പറഞ്ഞിട്ട് അവന് സ്വസ്ഥതയൊന്നും വീട്ടിൽ കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുമെന്ന് പറയും. എന്നാൽ ഇതേ സമയത്തൊക്കെ വേദങ്ങനെ നിർത്താതെ വിക്രത്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫോൺ റിങ് ചെയ്യുന്ന സമയത്തന്നെ ആരോ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണ്ടെന്നല്ലോ എന്നൊക്കെ പറയാണ് ഇവർ. എന്നാൽ വിക്രം എഴുതിയിട്ട് വേദയുടെ കോളാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടത്തിന് ഫോൺ എടുത്തിട്ട് വെച്ചിട്ട് പോടി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ്. അമ്മക്ക് വയ്യ എന്ന കാര്യം വിക്രത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ വേദ വിളിച്ചത്. പക്ഷേ വേദയുടെ വാക്ക് കേൾക്കാനൊന്നും വിക്രം തയ്യാറാവുന്നില്ല. എന്നിട്ട് ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ യാതൊരു കൂസലുമില്ലാതെ വീണ്ടും കിടന്നുറങ്ങുകയാണ് വിക്രം. വേദയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ നിർത്താതെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കമലമ്മയും മാഷും കൂടി റെഡി ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്തിന് വിനായകൻ പെട്ടെന്നൊരു അർജൻറ്റ് കോൾ പോലെ ഇങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ആ ഞാൻ ഇപ്പോൾ വരാം, അവിടെ നിൽക്കാൻ പാറ പാർട്ടിയോട് പൈസ എന്തൊരു പ്രശ്നമില്ല, പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് വിനായകൻ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛാ എനിക്ക് പെട്ടെന്നൊരു അർജൻറ്റ് കേസ് വന്നു, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം, അമ്മേനെ നന്നായിട്ട് നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിനായകൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ കമലമ്മ അങ്ങ് വിഷൻ വരുന്ന സമയത്തിന് ചോദിക്കുന്നില്ല എടാ നീ വരുന്നുണ്ടോ അവിടെ കൂടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിഷൻ പറയുന്നില്ല ഇല്ലമ്മേ ഞാൻ വരുന്നില്ല, എനിക്കൊരു ജോലിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷനും അകത്തേക്ക് പോവും. അപ്പോൾ നിനക്ക് ഞാൻ വന്നാൽ പോരെ നിൻ്റെ കൂടെ എന്ന് ചോദിക്കാണ് മാഷ്. അപ്പോൾ അതൊന്നുമല്ല, അവനിവിടെ വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് കമലമ്മ. അപ്പോൾ നന്ദിനി പറഞ്ഞിട്ട് അത് പെട്ടെന്ന് വിനയേട്ടനൊരു കേസ് വന്നതുകൊണ്ടാണെന്ന് പറയുന്ന സമയത്തിന് മാഷ് പറഞ്ഞിട്ട് ഓ അതിനെന്താ കുഴപ്പം, പിന്നെ ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് കമ്മീഷനൊക്കെ കറക്റ്റായിട്ട് വെച്ചേക്കണേ എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദിനി ഒന്ന് പരിഹസിച്ചു കൊണ്ടായിരിക്കട്ടെ മാഷ് സംസാരിക്കുന്നത്. അങ്ങനെ ഇവരിറങ്ങാൻ തുടങ്ങുന്ന സമയത്തിന് വേദ വന്ന് പറയുന്നുണ്ട് വിക്രത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ എന്ന് പറയുന്ന സമയത്തിന് മാഷ് പറയുന്നുണ്ട് എന്തിനാ അവനെ വിളിക്കുന്നത്, അവനെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം മതി, അല്ലാതെ മറ്റാരുടെയും സഹായം വേണ്ടാന്നൊക്കെ പറയും. അങ്ങനെ അച്ഛനും അമ്മയും അവിടെ നിന്ന് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോയ ഉടനെ തന്നെ നന്ദിനി അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട് നന്ദിനി എന്തിനാ ചിരിക്കുന്നത്, ഇവിടെ ചിരിക്കാൻ മാത്രം ഇപ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നന്ദിനി പറഞ്ഞിട്ട് ഒന്നുമില്ല, ഒരാളിവിടെ ഇളയ മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ മറുപടി കൊടുത്തത് കേട്ടില്ലേ, തലക്കിട്ടൊരു കൊട്ട് കൊടുത്തതുപോലെയായി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ നന്ദിനി നേരെ അകത്തേക്ക് കയറി പോവും. അപ്പോൾ ശ്രീജ പറഞ്ഞിട്ട് നന്ദിനിയുടെ ചില സമയത്ത് സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട് എനിക്ക് പാവമാണ് തോന്നുന്നത്, അതൊരു പാവമാണ്, ഇങ്ങനെയൊക്കെ പറയാനുള്ള ബുദ്ധിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഇങ്ങനെ കളിയാക്കി സംസാരിക്കും. ഏതായാലും കാശും കമലമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അഭിലാഷിൻ്റെ ഗുണ്ട അത് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ കാര്യം പെട്ടെന്ന് തന്നെ അഭിലാഷിനെ വിളിച്ചറിയിക്കും. അതെ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെ എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ കാത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയും. അവർ ഫോളോ ചെയ്തിട്ട് ഞാൻ പോകണമെന്ന് ചോദിക്കുന്ന സമയത്തിന് അഭിലാഷ് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും അവരെ ഫോളോ ചെയ്ത് പോകണം, എന്നിട്ട് അവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കണം, കൃത്യസമയത്ത് കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടും പറയാട്ടെ അഭിലാഷ്. ഏതായാലും അവർ രണ്ടുപേരും ഓട്ടോയിൽ പോകാനായിട്ടോ തീരുമാനിക്കുന്നത്. അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട് നമുക്ക് ഓട്ടോയിലൊക്കെ പോകണോ, ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ടൊക്കെ പോയാൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ നീ കയറി കമലയെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു കൊടുത്തിട്ട് മാഷ് ഓട്ടോയിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ അവർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ ഗുണ്ടയും അച്ഛൻ്റെയും അമ്മയുടെയും പുറകെ തന്നെ ഉണ്ടാവും. ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ വിക്രം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് വേദ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. വേദ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് കയറി പോവും. അപ്പോൾ വേദ വിക്രത്തിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. വേദ അകത്തേക്ക് വരുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വന്നിട്ട് നോക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, അതെ ഞാൻ റൂമിൻ്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, അപ്പോൾ അത് ഈ ജന്മം നീ വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയട്ടെ വിക്രം. അപ്പോൾ വേദ പറഞ്ഞിട്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലോ, അല്ലെങ്കിലും ഞാനിപ്പോൾ അതൊന്നും സ്ഥാപിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല എന്ന് പറയും. നിങ്ങളെ ഞാൻ എത്ര തവണ നിർത്താതെ വിളിച്ചു, എന്നിട്ട് പോലും നിങ്ങൾ ഫോൺ എടുത്തോ എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണേ വിക്രം. അപ്പോൾ വേദ പറഞ്ഞിട്ട് അല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പഞ്ചാര വർത്തമാനം പറയാനോ പ്രേമിക്കാനോ പ്രേമം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും വിളിച്ചതല്ല, പിന്നെ നീ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നിങ്ങളുടെ അമ്മക്ക് വയ്യാതായപ്പോൾ ആ വിവരം നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയാണ് വേദ.
എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ആകെ ടെൻഷനാവും. എന്നിട്ട് അമ്മക്ക് ഇത് എന്ത് പറ്റി ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞത് അമ്മ തങ്കം ചേച്ചിയുടെ വീട്ടിലേക്ക് ചാണകം എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ ചാണകമായിട്ട് തിരിച്ചു വരുന്ന സമയത്തിന് തല കറങ്ങി വീണു എന്നൊക്കെ പറയും. എന്നിട്ട് അമ്മക്ക് എന്താ പറ്റിയത് പറ എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് എന്നിട്ടെന്താ അച്ഛൻ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവരുടെ കൂടെ മറ്റാരും പോകാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ സമയത്ത് നിങ്ങളെ വിളിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ വിഷേട്ടൻ കൂടെ പോയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് വിഷേട്ടനൊന്നും പോയില്ല, 10 പൈസ ഇല്ലല്ലോ കയ്യിൽ ചിലവാക്കാനായിട്ട്. അപ്പോൾ വിനയേട്ടനോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിനയേട്ടനും ആ സമയത്ത് എന്തോ ഒരു കേസ് പറഞ്ഞിട്ട് അവരും പുറത്തേക്ക് പോയി എന്നൊക്കെ പറയാണ് വേദ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ടാവുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിനെ പറയുന്നത് അത് നിനക്ക് അവരെ മനസ്സിലാവാത്തതുകൊണ്ടും അവരുടെ സ്വഭാവം സ്നേഹമൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എന്നെ കൊണ്ടുപോകാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടോ പക കൊണ്ടൊന്നുമല്ല. അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതികാരം ചെയ്യാൻ വന്നതുപോലെയൊന്നുമല്ല അവർ ജീവിതം തുടങ്ങി വെച്ചത്. അച്ഛൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വന്നതിൽ പിന്നെ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത് എന്നൊക്കെ പറയട്ടെ വിക്രം. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത് എന്തൊരു ധാരണയാണ് അച്ഛനെയും അമ്മയെയും കുറിച്ച്. നിങ്ങൾ നിങ്ങളുടെ കടമകളെല്ലാം തന്നെ കൃത്യമായിട്ട് അച്ഛനമ്മക്ക് വേണ്ടിയിട്ട് നിറവേറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് വേദ എങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.